നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനം നൽകിയ ഭീതിയിൽ നിന്നും പ്രവാസികൾ നടന്നകലുകയാണ്. ഇളവുകൾ നൽകി ഗൾഫ് രാഷ്ട്രങ്ങളും ഉണരുമ്പോൾ വർഷങ്ങളായി നാട്ടിൽ പോകാതെ കഴിഞ്ഞവർ ഇപ്പോൾ യാത്ര ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇടയ്ക്ക് കുത്തനെ ഉയർന്നുനിന്ന ടിക്കറ്റ് നിരക്ക് ഇപ്പോൾ കുത്തനെ ഇടിഞ്ഞുവെന്ന സന്തോഷ വാർത്തയാണ് പുറത്തുവരുന്നത്. അതെ, യുഎഇയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുറഞ്ഞ യാത്രാ നിരക്കിൽ വിമാന സർവീസ് ആരംഭിക്കുകയാണ്. ഷാർജ ആസ്ഥാനമായുള്ള ലോ കോസ്റ്റ് വിമാന സർവീസായ എയർ അറേബ്യയാണ് കുറഞ്ഞ യാത്രാ നിരക്കിൽ സർവീസ് നടത്തുന്നത്. 250 ദിർഹം മുതലാണ് യാത്രാ നിരക്ക് ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലേക്ക് സർവീസ് ഉണ്ടാകുന്നതായിരിക്കും. ഡൽഹി, മുംബൈ, ഹൈദരാബാദ്, ജയ്പൂർ, ബാംഗ്ലൂർ, അഹമ്മദാബാദ്, ഗോവ, കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം, ചെന്നൈ, കോയമ്പത്തൂർ, നാഗ്പൂർ ഉൾപ്പെടെയുള്ള 13 നഗരങ്ങളിലേക്കാണ് കുറഞ്ഞ നിരക്കിൽ വിമാനം പറക്കുക. ഇന്ത്യയിൽ എത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർക്ക് 7 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാണെന്ന കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം വന്നതോടെയായിരുന്നു യുഎഇയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ കുറഞ്ഞത്. പുതിയ യാത്രാ നിബന്ധനകളുടെ പശ്ചാത്തലത്തിൽ ആളുകൾ കൂട്ടമായി ഇന്ത്യയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇത് രാജ്യത്തെ ഒമിക്രോൺ വ്യാപനം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജ്യത്തെത്തുന്നവർക്ക് 7 ദിവസത്തെ ക്വാറന്റൈൻ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയത്. ആളുകൾ കൂട്ടത്തോടെ യാത്ര റദ്ദാക്കിയതിനെ തുടർന്ന് ടിക്കറ്റ് നിരക്ക് പകുതിയിലേറെ കുറഞ്ഞിരിക്കുകയാണ്. യുഎഇയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് 250 ദിർഹം വരെയായി കുറഞ്ഞിട്ടുമുണ്ട്. കുടുംബസമേതം ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ചവരും ബിസിനസ് ആവശ്യങ്ങൾക്കായി യാത്ര പ്ലാൻ ചെയ്തവരും പുതിയ ക്വാറന്റൈൻ വ്യവസ്ഥയെ തുടർന്ന് യാത്ര റദ്ദാക്കുകയായിരുന്നു. വിവാഹം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി നാട്ടിലേക്ക് തിരിക്കുന്നവർക്ക് ക്വാറന്റൈൻ വ്യവസ്ഥ നിലവിൽ വന്നതോടെ യാത്ര കൊണ്ട് കാര്യമില്ലാത്ത സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല 3-4 ദിവസം കൊണ്ട് യുഎഇയിലേക്ക് തിരിച്ചെത്താമെന്ന ലക്ഷ്യത്തോടെ യാത്ര പ്ലാൻ ചെയ്തവർക്കും തീരുമാനം തിരിച്ചടിയായി. എന്നിരുന്നാൽ തന്നെയും ടിക്കറ്റ് നിരക്ക് കുത്തനെ കുറഞ്ഞത് പല പ്രവാസികൾക്കും ആശ്വാസമായി തീർന്നിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.